ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല രുചിയുള്ള പനീർ ബട്ടർ മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബട്ടർ ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു മസാല ബട്ടർ മാത്രം ഉപയോഗിച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബട്ടറിന്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ബട്ടറും ഓയിലും ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എളുപ്പം വഴറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാള വഴറ്റി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സവാള നല്ലതുപോലെ ഒന്ന് വാടി വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരണം. അതുവരെ നമ്മളിത് വഴറ്റിയെടുത്താൽ മതിയാകും. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ വാടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് കാഷ്യൂ നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 10-15 കാഷ്യൂ നട്ട്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത മീഡിയം സൈസിലുള്ള 4 തക്കാളിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തക്കാളി നല്ലതുപോലെ കുക്കായിട്ട് വരണം. തക്കാളി വെന്ത് നല്ലതുപോലെ ഉടഞ്ഞു വരുന്ന ആ പാകം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. തക്കാളി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളി പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മുഴുവനും പോയതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ തക്കാളി മിക്സിന്റെ ചൂട് മുഴുവനും പോയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. നമ്മളിത് അരച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമുക്കിത് ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരട്ടെ. ബട്ടർ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ ഇപ്പോൾ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഇത് മൂത്ത നല്ലൊരു വാസന വരുന്നുണ്ട്. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ബട്ടറിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. പൊടികൾ കരിഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രേവി കുറച്ചും കൂടി ലൂസാക്കി എടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഈ ഗ്രേവിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരണം. അതിനു വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു പച്ച മണമൊക്കെ മാറി ഗ്രേവി നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. സവാള വഴറ്റിയ ടൈമിൽ നമ്മളിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ തക്കാളി കൂടുതലായിട്ട് ചേർക്കുന്നത് കൊണ്ട് ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 200 ഗ്രാം അളവിലാണ് പനീർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പനീർ ചേർത്തതിന് ശേഷം നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പനീർ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
കസൂരി മേത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പനീർ ചേർത്തതിന് ശേഷം നമുക്കിത് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോഴേക്കും പനീർ കുക്കായി വന്നിട്ടുണ്ടാകും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ പനീർ കുക്കായി വന്നിട്ടുണ്ട്. ഫൈനലി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല, പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. മല്ലിയില ചേർത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും ക്രീമി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പനീർ ബട്ടർ മസാല ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്